ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എ കിഡ്സ്. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഇക്കാടെ റിലേറ്റീവ്സും ഇക്കാടെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അബുദാബിയിൽ. അങ്ങനെ ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതാണ്. എൻ്റെ അബുദാബി കോർണിഷിനടുത്തുള്ള ഹെറിറ്റേജ് വില്ലേജ് കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരുമായിട്ട് അകത്തേക്ക് കയറാനായിട്ട് പോവുകയാണ്. പുറത്തുനിന്ന് കാണാൻ തന്നെ നല്ലൊരു ആംബിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ടൈം കഴിയാറായിരുന്നു. 7 മണി വരെ ആയിരുന്നു ഇവിടെ എൻട്രി ഉള്ളുമായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം കയറിയിട്ട് ജസ്റ്റ് ഒന്ന് വേഗം കണ്ടിട്ട് ഇറങ്ങുമായിരുന്നു ചെയ്തത്. നമ്മൾ കയറുമ്പോൾ തന്നെ അവിടെ കുറച്ച് ഇവിടുത്തെ അറബികളുടെ കുറേ ഫ്രെയിംസും അവർക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ്സും പ്രൈസസും എല്ലാം കാണിച്ചിട്ടുള്ള ഒരു എക്സിബിഷൻ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും ജസ്റ്റ് ഒന്ന് കയറി കണ്ടു. നല്ല ചൂടും ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ടൈമും ആയതുകൊണ്ട് വേഗം എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് നേരെ കാണുന്നൊരു കോർണിഷ് ബീച്ച് ഉണ്ടായിരുന്നു. അവിടെ ഈ ഹെറിറ്റേജ് വില്ലേജിൻ്റെ തന്നെ ഒരു ബീച്ച് ഉണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ കുട്ടികളും എല്ലാവരുമായിട്ട് ബീച്ചിലോട്ട് പോയിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ കുറച്ച് ചൂട് കുറവുണ്ടായിരുന്നു. ബീച്ചിൻ്റെ സൈഡായതുകൊണ്ടാവും. അങ്ങനെ കുറച്ച് നേരം എല്ലാവരും അവിടെ ഇരുന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ കുട്ടികളെല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന ടൈം അവിടെ അത്ര തിരക്കൊന്നുമില്ലായിരുന്നു. കാരണം ടൈം കഴിയാറായല്ലോ. അപ്പോൾ അധികം ആരുമില്ലായിരുന്നു, തിരക്കൊന്നുമില്ലായിരുന്നു. നല്ലൊരു പ്രൈവസി ആയിട്ട് നമുക്ക് ഫാമിലിക്ക് വരാൻ പറ്റിയൊരു പ്ലേസാണ്. കുട്ടികളൊക്കെ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് അവിടെ നിന്ന് കയറണം എന്ന് തന്നെ ഇല്ലായിരുന്നു. ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഞാനും എൻ്റെ ഇക്കായുമായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ വരുമായിരുന്നു. ശരിക്കും കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നുവെങ്കിൽ എന്ന് തോന്നിയിരുന്നു. കാരണം അവിടെ നല്ല ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ പറ്റിയൊരു നല്ലൊരു സ്പോട്ടായിരുന്നു. പിന്നെ കുട്ടികൾക്കായാലും ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസായിരുന്നു. ടൈമില്ലാത്തത് കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് വേഗം തന്നെ കണ്ടിട്ട് തിരിച്ച് കയറേണ്ടി വന്നു. അതിൻ്റെ വിഷമത്തിൽ കയറി പോവുകയാണ് ടൈം ആയതുകൊണ്ട്. ഞങ്ങളവിടെ ഒരു 1/2 hour മാത്രമേ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോഴത്തേക്കും തന്നെ ടൈം കഴിഞ്ഞു. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഞങ്ങൾ തിരിച്ച് കയറി. ഇനിയും അങ്ങോട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് കാണാനൊന്നും പറ്റിയില്ലായിരുന്നു. കുറച്ച് അപ്പുറത്തെ സൈഡിലും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പഴയ ഷോപ്സ്, ഇവിടുത്തെ അറബികളുടെ ഷോപ്പ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വില്ലേജുകാർ യൂസ് ചെയ്തിരുന്ന ഷോപ്പുകളും. കുട്ടികളൊക്കെ നല്ല വെള്ളത്തിൽ കളിച്ചിട്ടൊക്കെ നിൽക്കുന്ന നിൽപ്പാട്ടോ. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം എല്ലാവരും പുറത്തിരുന്നു. അവിടെ കുറച്ച് നേരം പുറത്തിരുന്നിട്ടൊക്കെയാണ് പോയത്. പിന്നെ തൊട്ടടുത്ത് തന്നെ കോർണിഷ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ അടുത്ത് പോയി കോർണിഷ് ബീച്ച് വ്യൂ ഒന്ന് കണ്ടിരിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അങ്ങോട്ട് പോവുകയാണ്. നൈറ്റ് ആകാറായപ്പം നല്ലൊരു വ്യൂസ് ആയിരിക്കും എന്ന് കരുതി അങ്ങോട്ട് പോവുകയാണ്. ബീച്ച് വ്യൂ കാണാമല്ലോ എന്ന് പറഞ്ഞ്. പിന്നെ ഇത് അബുദാബിയിലെ ലാർജസ്റ്റ് ഫ്ലാഗ് പോളാണ്. അതും നമ്മൾ കണ്ടിട്ട് അങ്ങനെ ഇറങ്ങി. അങ്ങനെ എല്ലാവരും ബീച്ചിൻ്റെ അവിടെ വന്നിരിക്കുവാണ്. ശരിക്കും അതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ നേരം അവിടെ തന്നെയായിരുന്നു ഞങ്ങൾ എല്ലാവരും സ്പെൻഡ് ചെയ്തത്. അത്യാവശ്യം ചെറിയൊരു കാറ്റും ഉണ്ടായിരുന്നു. ബീച്ചിൻ്റെ സൈഡായതുകൊണ്ട് തന്നെ അധികം ചൂട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. കുട്ടികളെല്ലാം അങ്ങനെ ബീച്ചും കണ്ടങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും. നൈറ്റ് ആവാറായതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ ബോട്ട് പോകുന്നതും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഓവറോളുള്ളൊരു വ്യൂ എടുക്കുവാണ് ഞാൻ. നൈറ്റ് ആറായപ്പോൾ ശരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ലൈറ്റ്സും ആ ബിൽഡിങ്ങിലെ ലൈറ്റ്സൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നൈറ്റ് ടൈം ബോട്ട്സ് ഇങ്ങനെ പോകുന്ന കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ അബുദാബി എമിറേറ്റ്സ് ഹെറിറ്റേജ് തിയേറ്റർ ക്ലബ്ബ് ഉണ്ടായിരുന്നു. എൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഫ്ലാഗ് വരുന്നത്. അങ്ങനെ എൻ്റെ വീഡിയോസും കൂടി എടുക്കുവാണ്. ഒന്നും അധികം തിരക്കില്ലായിരുന്നു. ഈ ചൂട് സമയമായതുകൊണ്ട് അങ്ങനെ ആരും ഇറങ്ങില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. പിന്നെ ഈ സ്പീഡ് ബോട്ടെല്ലാം ഇങ്ങനെ നൈറ്റ് വ്യൂട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അതും കുറച്ച് നേരം കണ്ട് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുമായിരുന്നു. കുട്ടികളെല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവരവിടെ നിന്ന് കളിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരുമായിട്ട് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യാണ്. ശരിക്കും ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. കുട്ടികളവിടെ ഓടി കളിക്കുകയാണ്. ബോട്ടിലെയും ലൈറ്റിനെയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം കണ്ട് തിരിച്ച് പോവുകയാണ്. അവർ എല്ലാവരും അങ്ങ് ദുബായിലേക്ക് പോവുകയും ചെയ്തു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇതുപോലെ ലൈറ്റിങ്സ് ഒക്കെ വെച്ചിരുന്ന് കണ്ട് അങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്തതാണ് കേട്ടോ. വളരെ നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. എല്ലാവരുമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിരുന്നു. മക്കളും എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതുകൂടി ഞാനതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അബുദാബിയിലുള്ളവരാണെങ്കിൽ തീർച്ചയായും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.